പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മൾ ഒരു പുതിയൊരു വീഡിയോയിലേക്കാണ് കടക്കുന്നത്. ഇതൊരു ചരിത്രപരമായ ഒരു അന്വേഷണമാണ്. ഈ ഈ അന്വേഷണത്തിൽ ചില തെറ്റുകുട്ടികൾ കാണാം, അല്ലെങ്കിൽ അത് നിങ്ങൾ ഈ വീഡിയോയിലെ കമന്റായി ചെയ്യണമെന്ന് അപേക്ഷിക്കുകയാണ്. കേരളീയ മാറ്റത്തിന് അനേകം സംഘടനകൾ സംഭാവന നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കേരളീയ വിചാര വിപ്ലവത്തിന് തുടക്കം കുറിച്ച ഒരു യുക്തിവാദ അല്ലെങ്കിൽ യുക്തിചിന്താ മാധ്യമങ്ങളെ കുറിച്ചുള്ള ഒരു അന്വേഷണമാണ്. കേരളത്തിലെ യുക്തിവാദ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത് സഹോദരൻ അയ്യപ്പനാണെന്ന് എല്ലാവർക്കും അറിയാമോ? എന്നാൽ 1907 കേരളത്തിലെ മിതവാദി എന്നൊരു മാസിക തുടങ്ങിയത്. അത് സി കൃഷ്ണൻ വക്കീൽ എന്ന് പറഞ്ഞ അദ്ദേഹമാണ്. അദ്ദേഹം തുടങ്ങിയത് തന്നെ അത് പൂർണ്ണമായ ഒരു യുക്തിവാദി മാസികയല്ല. അതായത് 1905 കോൺഗ്രസിലെ മിതവാദികളും തീവ്രവാദികളും ഒക്കെ അഭിപ്രായമുള്ളവർ ഉണ്ടായിരുന്നു. ഇദ്ദേഹം ഒരു രാഷ്ട്രീയ പ്രവർത്തകനായിരുന്നു. പക്ഷെ യുക്തിവാദത്തിന് ചാലക ശക്തിയായിരുന്നു ആ മാസിക. പൂർണ്ണമായ ഒരു യുക്തിവാദി മാസികയായിരുന്നു. പ്രത്യേകിച്ച് കുമാരനാശാന്റെ വീണപ്പൂവ് ആദ്യം പ്രസിദ്ധീകരിച്ചത് ഈ മിതവാദി എന്ന മാസികയാണ്. രണ്ടാമത് പറയാനുള്ളത് 1917 അതായത് സഹോദരൻ അയ്യപ്പൻ മിശ്ര ഭോജനത്തെ തുടർന്ന് 1917 ഒക്ടോബറിൽ കെ അയ്യപ്പൻ തുടങ്ങിയ ഒരു മാസിക ആയിരുന്നു സഹോദരൻ അയ്യപ്പൻ. കെ അയ്യപ്പൻ പിന്നെ അറിയപ്പെടുന്ന സഹോദരൻ അയ്യപ്പൻ എന്നാണ്. ലക്ഷ്യം ശ്രീനാരായണ ഗുരുവിന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുക എന്ന് തന്നെയാണ്. എന്നാലും അയ്യപ്പന്റെ ചിന്തകളായ യുക്തിചിന്ത അതിലും തുടർന്നു വന്നു. കേരളീയ സമൂഹത്തിന് യുക്തിചിന്ത ഒരു പ്രധാനപ്പെട്ട ഘടകമായിരുന്നു ഇത് മനസ്സിലാക്കാൻ പറ്റും. അതായത് 1956 വരെ അത് ആ മാസിക ഉണ്ടായിരുന്നതാണ്. അത് പൂർണ്ണമായൊരു യുക്തിവാദി മാസിക ആയിരുന്നില്ല. 1929 യുക്തിവാദി എന്ന മാസിക ഇറങ്ങി. അത് പൂർണ്ണമായും ഒരു യുക്തിവാദി മാസിക ആയിരുന്നു. അതായത് അതിന്റെ ടാഗ്ലൈൻ എങ്ങനെയായിരുന്നു? മലയാളം റാഷണലിസ്റ്റിക് ജേണൽ എന്നാണ് അത് അറിയപ്പെടുന്നത്. കൂടിയ യുക്തിവാദി സമ്മേളനത്തില് അതില് പ്രധാനപ്പെട്ട ആളായിരുന്ന കെ രാമവർമ്മ തമ്പാൻ, സഹോദരൻ അയ്യപ്പൻ, സി വി കുഞ്ഞിരാമൻ, ശ്രീ കൃഷ്ണൻ വക്കീല്, MC ജോസഫ് ഇവരെല്ലാം ചേർന്നുള്ള ഒരു പത്രാധി സമിതിയിലാണ് യുക്തിവാദി എന്ന പേരിൽ ഒരു മാസിക പ്രസിദ്ധീകരിക്കുന്നത്. പൂർണ്ണമായി യുക്തിവാദ പ്രചരണത്തിന് വേണ്ടി മാത്രമായിരുന്നു ആ മാസിക. 1927 കൂടിയാലോചിച്ചെങ്കിലും 2 വർഷം തുടങ്ങാൻ കഴിഞ്ഞില്ല. സാമ്പത്തികം തന്നെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയപ്പെടുന്നു. ഈ 1929 തുടങ്ങിയ മാസിക തുടങ്ങിയ ഈ പ്രമുഖ കക്ഷികളുടെ പത്രാധിപത്യം തുടങ്ങിയ മാസിക 1931 MC ജോസഫിന്റെ നേതൃത്വത്തിൽ മാത്രമായിരുന്നു ആ മാസിക തുറന്നുപോയത്. ഏകദേശം കേരളീയ സമൂഹത്തിലെ 45-50 വർഷം ആ മാസിക ഉണ്ടായിരുന്നു എന്നാണ്. ആ മാസികയിൽ നിന്ന് വായിച്ചാണ് പല പ്രമുഖ രാഷ്ട്രീയ നേതാക്കന്മാർ EMS, CP കൃഷ്ണപിള്ള തുടങ്ങിയ പ്രമുഖ ആൾക്കാർ ഇതിൽ ഉൾക്കൊള്ളുകയും ഇതിൽ ലേഖനം എഴുതുകയും വേറ്റിക്കൂര്, ഇടമറുക് എല്ലാവരും ഇതിൽ ലേഖനം എഴുതുകയും കേരളീയ സമൂഹത്തിന് പ്രത്യേകിച്ച് VT ഭട്ടതിരിപ്പാടൊക്കെ ആ മാസിക വഴിയാണ് ഈ രംഗത്ത് പറഞ്ഞു ചരിത്ര രേഖപ്പെടുത്തുന്നത്. കേരളീയത്തിൽ യുക്തിവാദത്തിന്റെ ഒരു വലിയൊരു മുന്നേറ്റം തന്നെ ആ മാസിക ഉണ്ടാക്കുന്നത് ചരിത്രമായിരുന്നു മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഉണ്ടാകുന്നതാണ് 1954 ഇസ്ക എന്ന് പറഞ്ഞൊരു മാസിക ഉണ്ടായി. അതിന്റെ ഒരു പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് MC ആണ് ഈ യുക്തിവാദി മാസിക തുറന്നുകൊണ്ട് പോകുന്നത്. ആ സമയത്തുള്ള ഒരു ചിന്തയാണ് യുക്തിവാദി പ്രവർത്തകർക്കുണ്ടാകുന്ന യുക്തിവാദി സംഘപ്രവർത്തകർക്കുണ്ടാകുന്ന ഒരു ചിന്തയാണ് യുക്തിവാദി സംഘടന വേണമോ വേണ്ടയോ എന്നാണ്. യുക്തിവാദ പ്രചരണത്തിന് സംഘടന വേണ്ടയോ എന്നാണ്. MC പോലുള്ള പ്രമുഖ കക്ഷികൾ MC അപ്പോൾ അറിയപ്പെടുന്ന യുക്തിവാദി MC ജോസഫ് എന്നാണ് അറിയപ്പെടുന്നത്. അത് ആ മാസം എത്രത്തോളം പ്രചാരമായിപ്പോയി. ഈ MC പോലുള്ള ആൾക്കാർ പറയുന്നത് ഈ സംഘടന അത്ര പ്രാധാന്യമില്ല, ആശയത്തിന് പ്രാധാന്യം കൊടുത്താൽ മതി എന്നാണ്. പക്ഷേ സമരോത്സവപരമായി നിൽക്കുന്ന ഇടമറുകനെ പോലുള്ള പല ആൾക്കാരോ അങ്ങനെയല്ല, സംഘടന വേണം, അതൊരു പ്രവർത്തനമാണെന്ന് ഭാവിച്ചു. ആ സമയത്ത് ഇടമറുകന്റെ നേതൃത്വത്തില് വന്നൊരു മാസികയാണ് ഇസ്ക്ര എന്ന മാസിക. ഇതിന്റെ വാക്കിന്റെ അർത്ഥം തന്നെ തീപ്പൊരി എന്നാണ് പറഞ്ഞത്. അത് ആ സമയത്ത് സോവിയറ്റ് യൂണിയനിൽ ലെനിൻ നടത്തിയ മാസികയുടെ പേര് ഇതേ പേരാണ്.
ഇതാണ് ഇടമറുകിന്റെ നേതൃത്വത്തിൽ നടന്ന ഈ മാസിക. കുറച്ചു കാലേ ഉണ്ടായിരുന്നുള്ളൂ. മാസിക ഉണ്ടായിരുന്നു. അല്ലെ MC ജോസഫ് ലേഖനം എഴുതായിരുന്നു. കുറ്റിപ്പുഴ കൃഷ്ണപിള്ള അതിൽ പ്രധാനപ്പെട്ട ലേഖനായിരുന്നു. K. വേണു, പ്രത്യേകിച്ച് ഈ K. വേണുവിന്റെ ലേഖനങ്ങൾ തുടങ്ങുന്നത് ആ മാസികയിലൂടെയായിരുന്നു. TK ജോസഫ് എന്ന വ്യക്തി അതിൽ ലേഖനം എഴുതുമായിരുന്നു ഒക്കെ ആയിരുന്നു. അത് മാസിക കുറച്ചു കാലം കേരളത്തിൽ സമൂഹത്തിൽ അഡ്രസ് ചെയ്തിരുന്നു. പിന്നെ 1960 പിന്നെ വന്നതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു മൂവ്മെന്റ് ആയിരുന്നു. 1958 മിശ്രവിവാഹ സംഘം രൂപീകരണത്തിലുള്ളത്. മിശ്രവിവാഹ സംഘം എന്ന് പറയുന്നത് യുക്തിവാദത്തിന്റെ ഒരു സഹപ്രവർത്തക സംഘത്തിനെ പോയിരുന്നു. അവരുടെ അത് സഹോദരൻ അയ്യപ്പന്റെയാണ് അതിന്റെ നിർദ്ദേശങ്ങൾ പറഞ്ഞത്. അത് മിശ്രവിവാഹ സംഘത്തിന്റെ സെക്രട്ടറി എന്നത് BK പൗത്രനായിരുന്നു. BK പൗത്രന്റെ നേതൃത്വത്തിൽ നടന്ന ഒരു ഒരു മിശ്രവിവാഹ സംഘത്തിന്റെ ബുള്ളറ്റിൻ നമുക്ക് ഈ കാലഘട്ടത്തിൽ ശ്രദ്ധയിൽപ്പെടുന്ന കാലമാണ്. അതിലെ ഒരു ഏക ജാതി എന്നാണ് എന്റെ മുദ്രാവാക്യം. മിശ്രവിവാഹ സംഘം കേരളീയ സമൂഹത്തിൽ വളരെയധികം ചലനം സൃഷ്ടിച്ച അതാണ്. ജാതി നശീകരണത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മിശ്രവിവാഹ സംഘം എന്ന് രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. ഇന്നും മിശ്രവിവാഹ സംഘം സജീവമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. പിന്നെ 1962 വിളംബരം എന്നൊരു മാസിക കേരളീയ സമൂഹത്തിൽ യുക്തിവാദ പ്രവർത്തനത്തിന് ചെയ്തിട്ടുണ്ടാവും. അതിന് കാരണം എന്ന് വെച്ചാൽ അത് പ്രത്യേകിച്ച് ഇടമറുക്, MC ജോസഫ്, കുറ്റിപ്പുഴ കൃഷ്ണപിള്ള ഇങ്ങനെയുള്ള ഒരു വലിയ ചിന്താമണ്ഡലത്തിലുള്ള ആൾക്കാരുടെ ചിന്തയിൽ നിന്ന് പറഞ്ഞത് നമ്മൾ നേരിട്ട് യുക്തിവാദം പറഞ്ഞാൽ ഇത് സ്വീകാര്യത ഉണ്ടാവില്ല, പകരം അതിന് പേര് മാറ്റി ഉപയോഗിക്കാം എന്നുള്ള പേരിൽ അവരൊരു ഒരു പുതിയൊരു ഇതുണ്ടായി. ഫോറം ഓഫ് ഫ്രീ തിങ്കേഴ്സ്. മനസ്സിലല്ലേ? ഈ ഫ്രീ തിങ്കേഴ്സ് വാക്ക് ഇങ്ങനൊരു ഒരു സംഘം തന്നെ രൂപീകരിച്ചുണ്ട്. ഫോറം ഫോർ ഫ്രീ തിങ്കേഴ്സ് എന്ന ഒരു സംഘം രൂപീകരിച്ചു. അതിൽ കുറ്റിപ്പുഴ ഉണ്ടായിരുന്നു. ഇടമറുകയുടെ മുൻകൈ എടുത്ത് സാധനം ചെയ്തത് ഇളംകുളം കുഞ്ഞമ്പിള്ള, പാലാ നാരായണൻ നായർ, മാത്യു M കുഴിപിള്ള, ഇവരൊക്കെ AT കോവൂർ ഇവരുടെ ലേഖനങ്ങൾ വിളംബരം എന്ന 1960 മാസികയിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഫ്രീ തിങ്കേഴ്സ് എന്ന് പറഞ്ഞ സംഘം തന്നെ അന്ന് ഉണ്ടായിരുന്നു എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ്. പിന്നെ ഉണ്ടാകുന്നത് 1967 നാസ്തികൻ എന്നൊരു മാസിക പ്രസിദ്ധീകരിച്ചിട്ടുണ്ടാകും. നാസ്തികൻ എന്ന മാസിക ഇത് ചരിത്രത്തിൽ നിന്ന് കിട്ടാണ്. അതായത് യുക്തിവാദി അവിടെ വാദം ഇങ്ങനെയാണ്: യുക്തിവാദികൾക്ക് സംഘടന വേണോ വേണ്ടയോ എന്നുള്ള ഒരു അഭിപ്രായമാണ്. MC ആണ് അതിൽ സംഘടന വേണ്ട, ആശയപ്രചരണം മതി എന്നുള്ള സാധനം. അന്ന് പല തൃശ്ശൂർ കേന്ദ്രീകരിച്ച് സണ്ണി എന്ന് പറഞ്ഞ വ്യക്തിയുടെ യുക്തിവാദികളുടെ പത്രാദയത്തിൽ പ്രസിദ്ധീകരിച്ചു. അത് ഇതെല്ലാം യുക്തിവാദ ആശയങ്ങൾ പ്രചരിപ്പിക്കുകയാണ്. ഒരു മാസികയായിരുന്നു നാസ്തികൻ എന്ന 1967. അതിൽ VT ഭട്ടതിരിപ്പാടാണ് ഉപദേശക സമിതി ചെയർമാനായിരുന്നത്. തൃശ്ശൂർകാരനായ AV ജോസ് ആണ് അതിന്റെ അസോസിയേറ്റ് എഡിറ്റർ. അതിൽ കുറ്റിപ്പുഴ കൃഷ്ണപിള്ള ഭൗതികപരമായ ലേഖനം എഴുതുമായിരുന്നു. VTയുടെ ലേഖനം അതിൽ MC-യുടെ ലേഖനം അതിലുണ്ടാകുമായിരുന്നു. പിന്നെ AT കോവൂറിന്റെ കൃതികളൊക്കെ വരുന്നത് അവിടെയാണ് വന്നു തുടങ്ങിയത്. അതിൽ പ്രധാനപ്പെട്ട K. വേണുവിന്റെ പ്രപഞ്ചവും മനുഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം കേവലം 23 വയസ്സിനുള്ള പറയുന്നത് അദ്ദേഹം എഴുതിയ ലേഖനങ്ങൾ പ്രസിദ്ധീകരിച്ചു തുടങ്ങുന്നത് നാസ്തികർ എന്ന ഈ മാസികയുടെ തന്നുന്ന ഒരു ചരിത്ര സംഭവം. അതിനുശേഷം വരുന്ന മാസികയാണ് യുക്തി എന്ന മാസിക, 1969. അത് ഇങ്ങനെയാണ്. അതായത് ഈ യുക്തിവാദികൾക്ക് ഒരു രാഷ്ട്രീയ അധികാരത്തിന് വേണ്ടി സമരം ചെയ്യണം എന്നൊരു ഒരു വിഷയം, സമര പോരാട്ടമായ യുക്തിവാദികൾ മാറണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് PK മാധവൻ എന്ന വ്യക്തിയും MM ചാക്കോയും ഇടമറുകിന്റെയും സാന്നിധ്യത്തിലാണ് യുക്തി എന്ന മാസിക 1969 ഉണ്ടായിരുന്നു. കുറച്ചു കാലമേ ആ മാസിക ഉണ്ടായിരുന്നുള്ളൂ. ആ മാസിക ശേഷം ആ മാസിക നിന്നു. അപ്പം ഇടമറുകിന്റെ സജീവമായിട്ട് നിൽക്കുന്ന കാലഘട്ടമാണ്. യുക്തി എന്ന മാസിക നിന്നതോടെ ഇടമറുക് നേതൃത്വത്തിൽ കോട്ടയത്ത് നിന്നും ആരംഭിച്ച ഒരു മാസികയാണ് തേരാളി എന്ന മാസിക. തേരാളി മാസിക ഇടമറുകിന്റെ സമഫലമാണ് ആ മാസിക വരുന്നത്. ഇടമറുകൻ തുടങ്ങിയ സമയത്ത് തന്നെ ഇടമറുകൻ അന്ന് ആ കാലഘട്ടത്തിലെ ഈ സമരോത്സവ യുക്തിവാദികളുടെ ഒരു ടീമിനുണ്ടായിരുന്നു. ഈ സമരോത്സവ യുക്തിവാദികളെ അന്നത്തെ മത പ്രമാണിമാരും ഈ മതതന്ത്രശാലികളും അന്ന് ഇവരെ കൊടുക്കാൻ വേണ്ടി നക്സൽ എന്ന പേര് ചേർത്ത് ഇവരെ കള്ളക്കേസ് കൊടുക്കുമായിരുന്നു. അങ്ങനെ ഇടമറുകിനെ 1970 നക്സൽ എന്ന പേരിൽ ഇടമറുകിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് മാറ്റുകയാണ്. അപ്പം ഈ മാസിക നിൽക്കരുത്. ഈ അന്ന് അറസ്റ്റ് ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥനായ ഹമീദ് എന്ന ഇദ്ദേഹത്തിന് പ്രസ് മൊത്തം പാക്ക് ചെയ്ത് ലോറിയിൽ കടത്തി കൊണ്ടുപോകുന്ന ചരിത്ര സംഭവമാണ്. അപ്പം ഇടമറുക് അകത്തായിപ്പോയി. അപ്പൊ 4-5 മാസം കഴിഞ്ഞ് ഇടമറുക് പുറത്തു വന്നതിന് ശേഷം തേരാളി എന്ന മാസിക വീണ്ടും തേരാളി എന്ന മാസികയുടെ അന്നത്തെ ഒരു കവർ ഇതാണ്. തേരാളി ഇതാണ് ഉള്ളത്. ഇതാണ് കേരളീയ മാസികയുടെ പഴയ ലക്കങ്ങൾ പോകുന്നത്.
അപ്പം ഈ പിന്നെ ഇടമറുകിന് വീണ്ടും അടിയന്തരാവസ്ഥ സമയത്ത് ഇടമറുക് വീണ്ടും ജയിലിലാകുക. ഇടമറ ജയിലിലായ സമയത്ത് എന്തായാലും അദ്ദേഹത്തിന്റെ പങ്കാളി അദ്ദേഹം അവരും അറിയപ്പെടുന്ന സമരോത്സവ യുക്തിവാദത്തിന്റെ പ്രതീകമാണ് സോളി ഇടമറുക്. ഈ സോളി ഇടമറുക് ഈ മാസിക നടത്തിക്കൊണ്ട് പോകുന്നു. പിന്നെ ഈ മാസിക പിന്നെ കാണുന്നത് പിന്നെ ഇടമറുക് ഡൽഹിയിലേക്ക് പോകുന്നു, പത്രപത്രം ഡൽഹിയിൽ പോകുന്നു, ഡൽഹിയിൽ നിന്നാണ് പ്രസിദ്ധീകരിക്കുന്നത്. പിന്നെ സനൽ ഇടമറുകാണ് ഇതിന്റെ മാസിക പ്രസിദ്ധീകരിച്ചു തുടങ്ങുന്നത്. അടുത്ത കാലം വരെ ഈ തേരാളി ഈ മാസികയായിട്ട് ലഭ്യമായിരുന്നു. ഇന്ന് തേരാളി ഉണ്ട്, തേരാളി ഓൺലൈനിലാണ് ലഭ്യമായിട്ടുള്ളത്. തേരാളി .org എന്ന് അടിച്ചാൽ എല്ലാവർക്കും കിട്ടും. ഇന്ന് തന്നെ സനൽ ഇടമറുകിന്റെ ഒരു ലേഖനം വന്നിട്ടുണ്ട്. ഈ വെനിസ്വലയിൽ നടന്ന അമേരിക്കൻ ആക്രമണത്തിനെ പ്രതികരിച്ചുള്ള സനലിന്റെ ലേഖനം ആ തേരാളി .org എന്നതിൽ കിട്ടുമാണ്. അത് ഓർമ്മയുണ്ട്, അത് ശരിയാ. അത് ഒരു വാട്സപ്പ് നമ്പറുണ്ട്. ആ വാട്സപ്പ് നമ്പർ വെച്ചാൽ 97 11 18 89 40. ഒന്നും കൂടെ പറയാം, 97 11 18 89 40. ഈ വാട്സപ്പ് നമ്പറിലേക്ക് ചെയ്താലും തേരാളി.com .org എന്ന് പറഞ്ഞ സൈറ്റ് കിട്ടും. നിങ്ങൾക്ക് അത് തേരാളി വായിക്കാവുന്നതാണ്. അപ്പൊ നമുക്ക് ഇത് തേരാളി വരെയുള്ള മാസികയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അടുത്ത വീഡിയോയിൽ വേറൊന്നൊക്കെ പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പം ഈ ചരിത്രപരമായ അന്വേഷണമാണ്. ഇത് തെറ്റുകുറ്റങ്ങൾ ഉണ്ടാവാം, ചിലപ്പോൾ ഞാൻ അന്വേഷിച്ചതിൽ കുറവുകളുണ്ടാവാം. എല്ലാവരും അത് കമന്റ് ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് ഈ ചെറിയൊരു വീഡിയോ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.